മുഴുവൻ. അപ്പം അതെന്താ നിങ്ങളൊന്ന് കണ്ടോക്ക്, എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാം. അത് പിന്നെ പെണ്ണിനേറ്റ് പോകുമ്പോൾ മറ്റേ സാധനം എന്ത് BMW കുറേ വണ്ടി പാടില്ല. ഏറ്റവും നല്ല റേഞ്ച് റോവറാണ്. ഞാൻ ഡോക്ടറോട് റേഞ്ച് റോവർ വെച്ചിട്ടുണ്ട്. റേഞ്ച് ഡോക്ടറോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, പെണ്ണ് കിട്ടിയോ? പെണ്ണ് കണ്ട പെണ്ണില് കേൾക്കാലോ. ഓൻ്റെ ദുഃഖം കാണാൻ ആരുമില്ല, പാവം. എങ്ങനെ ഉണ്ടാവാനാ? ഇതേപോലത്തെ ദുരിതപ്പാടല്ലേ. ഇതുപോലെ വണ്ടിയും തള്ളി നടക്കുക. ഒരു 10 ഉറുപ്പ്യൊക്കെ പോലെ എണ്ണടിക്കാത്തപ്പോൾ കാര്യം പെണ്ണ് കൊടുക്കാനാ. അത് കഴിഞ്ഞത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ നടന്നത് പിന്നെ ചരിത്രം. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വിശന്ന് നല്ല ഭണ്ടാറാണ്. ഇങ്ങനെ അത്ര വിശപ്പായിട്ടാണ്. എങ്ങനെയൊക്കെ മറ്റേ ബിന്ദു പണിക്കർ പറയണ പോലെ ഇപ്പം എനിക്ക് തീരെ വിശപ്പില്ല എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു. അത് എങ്ങനെ ആക്രാന്തത്തിൽ വാരത്തുനിന്ന് തീർത്തതെന്ന് എനിക്കറിയില്ല. ഇതിനിടയിൽ നമ്മൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് ഇപ്പോൾ ഈ വരാൻ പോണത്. ഈ മുതലിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോണതും അതിനപ്പുറം ചരിത്രമാണ്. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ? കാടയും കൊക്കൊക്കെ പോരെ? സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റവരെ കൊണ്ട് ബില്ലൊടിപ്പിക്കാന്നാണ്. ആരെ കൊണ്ട്? പെണ്ണിട്ടാത്തവനെ കൊണ്ടേ. എവിടെ ആ തണ്ടി 325 ഉറുപ്പ്യക്ക് 110 രൂപ വെച്ചിട്ട് പറഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ. മറ്റവരെ പിന്നെ വെറുതെ പാത്രം കഴിക്കാനല്ലാതെ ഒന്നിനും പറ്റൂല. അവസാനം എന്തായി? ബില്ലൊക്കെ കൂടി ഇന്ന നെഞ്ചത്തേക്ക് വന്നില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേറെ പാകമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ ആണെങ്കിലും ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ അത് വളരെ വലുതാണ്.